നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള വോട്ടർ പട്ടികയെല്ലാം ഇന്നലെ മുതൽ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ കാര്യം? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. എല്ലാ കളക്ടർമാരുടെയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും. കളക്ടർമാരുമായിട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ നടക്കും. പരിഷ്കരണത്തിൽ ആശങ്ക വേണ്ടെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. എന്നാൽ SIR ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് LDFും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. അസമിനെ ഒഴിവാക്കി പശ്ചിമബംഗാളിൽ SIR പ്രഖ്യാപിച്ചതും വലിയ വിവാദമായിട്ടുണ്ട്. റോഷിപാലും പിയ സുനിൽ ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം പിയ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ഈ SIRലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് ഇന്നത്തെ ഡൽഹിയിലെ വായുവിന്റെ അവസ്ഥ? കുറച്ച് ശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ? ഇന്നത്തെ വായു നിലവാരം അത്യാവശ്യം മോശമല്ല എന്ന് പറയാം. ഏതായാലും ഒരു 300-ന് മുകളിലേക്ക് ഇന്ന് വായു നിലവാര സൂചിക ഇവിടെയും ഉയർന്നിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വായു നിലവാര സൂചിക മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ മലിനീകരണ തോത് കുറയ്ക്കാനൊക്കെയായി വലിയ നടപടികൾ ദില്ലി സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ ഫലപ്രദമാകുന്നുവെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അതെങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, വായു മലിനീകരണത്തിന്റെ കാര്യത്തിൽ ആശങ്ക ഇനി തൽക്കാലം വേണ്ട. പക്ഷേ SIRന്റെ കാര്യത്തിൽ പലർക്കും ആശങ്ക അങ്ങോട്ട് അവസാനിക്കുന്നില്ല. ഇന്നലെ രാത്രി കൊണ്ട് തന്നെ ഈ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക അസാധുവായിട്ടുണ്ട്. കാരണം ഇനി പുതുക്കിയ വോട്ടർ പട്ടികയാണ് വരിക. 2002-ന് ശേഷം പേര് ചേർത്തവർ ജാഗ്രതയോടുകൂടി ഇരിക്കുക. നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ രേഖാമൂലം നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം. അപ്പോൾ പിയ സുനിൽ, ഈ 12 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പ്രഖ്യാപിച്ചപ്പോൾ കേരളവും അതിൽ പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് നമ്മളെ അതിൽ ചേർത്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾ തുടങ്ങുകയാണെന്ന് അറിയുന്നു. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുക? അതിനിടയിൽ അസാമിൽ ഈ NRC വരുന്നത് കൊണ്ട് അവിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമില്ല. എന്നാൽ അത് പശ്ചിമ ബംഗാളിൽ ഉണ്ട് താനും. അതിപ്പോൾ ഒരു വിവാദമാവുകയും ചെയ്തിട്ടുണ്ടല്ലേ പിയ സുനിൽ? ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായും പശ്ചിമ ബംഗാളിൽ നേരത്തെ NRC പ്രഖ്യാപിച്ചതാണ് അസമിനൊപ്പം തന്നെ. അപ്പോൾ ഈ ഒരു SIR നടപ്പാക്കുമ്പോൾ പശ്ചിമ ബംഗാളിനെ മാത്രം SIRന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അസമിനെ ഒഴിവാക്കുകയും ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഒരു ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസും ഒക്കെ തന്നെ ഉയർത്തുന്നത്. ഏതായാലും ബീഹാറിൽ SIR നടപ്പാക്കി 69 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയെന്ന് കോൺഗ്രസ് നേരത്തെ വലിയ ആരോപണമായി ഉന്നയിക്കുകയും അത് രാഷ്ട്രീയ പ്രേരിതമായി BJPയെ സഹായിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതാണ് എന്ന വലിയ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയും വലിയ വോട്ട് ചോരി പ്രചരണമൊക്കെ തന്നെ കോൺഗ്രസും RJDയും ഒക്കെ തന്നെ ബീഹാറിൽ നടത്തിയതാണ്. അതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 12 SIR പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റൊരു തട്ടിപ്പിന് വേണ്ടിയാണ് എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോൾ ഔദ്യോഗിക പ്രതികരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഒക്കെ തന്നെ കരുതലോടെ നിരീക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ്. തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചത് ജനാധിപത്യ വിരുദ്ധമായി എന്തെങ്കിലും നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് SIRന്റെ നീക്കത്തിൽ ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്ന് തൃണമൂൽ കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും പശ്ചിമ ബംഗാളിൽ ഒരു പ്രത്യേക സാഹചര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. കാരണം പശ്ചിമ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് BJP ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം എന്നത്. അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് പേർ നുഴഞ്ഞു കയറുന്നു. അവരെ വോട്ടർ പട്ടികയിൽ മമതാ ബാനർജി തിരുകി കയറ്റുന്നു, അങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്നതൊക്കെയുള്ള പശ്ചിമ ബംഗാളിലെ BJPയുടെ ആരോപണമാണ്. ബീഹാറിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയത് സമാനമായ ആരോപണം ചൂണ്ടിക്കാട്ടിയാണ്. ഏതായാലും ആ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു. പിയ സുനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും. നമുക്കിപ്പം റോഷിപാൽ കൂടിയുണ്ട്. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, നമ്മളുടെ രക്തൻ ഖേൽക്കറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? നടപടിക്രമങ്ങൾ ഇരിക്കുന്നു. ഇന്ന് തന്നെ ഉദ്യോഗസ്ഥരുടെ ട്രെയിനിങ് ഒക്കെ ആരംഭിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്യൂമറേഷൻ ഫോമുകളൊക്കെ വിതരണം ചെയ്യണം. 2002-ലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകളുമായിട്ട് വേണം ഇനി തെരഞ്ഞെടുപ്പ് ഓഫീസിലെ മുന്നിലേക്ക് പോകാൻ. ആധാർ കാർഡാണെങ്കിൽ സ്വീകരിക്കുകയുമില്ല. സംസ്ഥാനത്ത് എങ്ങനെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണോ? സാവധാനം. റോഷിപാൽ. അരുൺകുമാർ, സംസ്ഥാനത്ത് വളരെ എളുപ്പത്തിൽ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറയുന്നത്. ഈ എന്യൂമറേഷൻ ഫോമുമായി 4-ാം തീയതി മുതൽ ഡിസംബർ 4 വരെ BLOമാർ വീടുകൾ കയറി വിവരങ്ങൾ ശേഖരിക്കും. ആദ്യഘട്ടത്തിൽ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതി. ഏതാണ്ട് 2.78 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്ത് നിലവിൽ 2025-ലെ വോട്ടർ പട്ടികയിലുള്ളത്. ഈ വോട്ടർ പട്ടികയിൽ 2002-ന് ശേഷം പേര് ചേർത്ത എല്ലാവരും എന്യൂമറേഷൻ ഫോമിനൊപ്പം അവർ പിന്നീട് ഈ തെളിയിക്കുന്ന രേഖകൾ കൂടി ഔദ്യോഗികമായി 12 രേഖകളിൽ ഒരു രേഖ കൈമാറേണ്ടി വരും. പക്ഷേ എല്ലാ വോട്ടർ പട്ടികയിൽ പേരുള്ളവരും
എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടി വരും. പക്ഷേ അത് BLOമാർ വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് വാങ്ങും എന്നാണ് പറയുന്നത്. ഒരു തവണ വന്നാൽ അവിടെ വീട്ടിൽ ആളില്ലെങ്കിൽ പിന്നീട് വീണ്ടും പോകണം എന്നാണ് നിർദ്ദേശം. അങ്ങനെ മിനിമം 3 തവണയെങ്കിലും BLOമാർ വീട് കയറാനുള്ള നിർദ്ദേശമുണ്ട്. അങ്ങനെ എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പിക്കുക എന്നതാണ്. പിന്നീട് ഡിസംബർ 9-ാം തീയതിയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കുക. അങ്ങനെയാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ഇന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇന്ന് 3:30-നാണ് യോഗം. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തോടെ കൂടുതൽ BLOമാരെ നിയമിച്ചുകൊണ്ട് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ലളിതമായി നടപ്പിലാക്കുമെന്നാണ് രത്തൻ കേൽക്കർ പറയുന്നത്. ഓക്കെ, താങ്ക് യു റോഷി. ഒരു പ്രധാനപ്പെട്ട വിമർശനമായി CPM ഉയർത്തുന്നത് ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ്. ബീഹാറിൽ നടത്തി, ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നു. പക്ഷേ കേരളത്തിലെ പ്രശ്നം 2002-2004 ഒരു വോട്ടർ പട്ടിക ആദ്യം ഉണ്ടായിരുന്നത്. മീൻസ് അതിനെ ആധാരമാക്കിയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത്. പക്ഷേ നിലവിൽ ഒരു വോട്ടർ പട്ടിക നമുക്കുണ്ട്. ആ വോട്ടർ പട്ടികയെ ആധാരമാക്കി എന്തുകൊണ്ട് തീവ്ര പരിഷ്കരണം നടത്തിക്കൂടാ? അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് 2002 ഉൾപ്പെടാത്തവർ പുതിയ രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ ചിലരെ ഒഴിവാക്കാൻ വേണ്ടിയാണോ? അത് പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നതിന് സമാനമാണ് ആ പ്രക്രിയ എന്നുള്ളതാണ് വിവിധ കക്ഷികൾ പറയുന്നത്. കോൺഗ്രസും ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇന്നലെ മുതൽ ലോക്സഭ, നിയമസഭ വോട്ടർ പട്ടിക മരവിപ്പിച്ചിട്ടുണ്ട്. ഇനി പുതിയ വോട്ടർ പട്ടിക നിലവിൽ വരണം. ആരൊക്കെ പുറത്താകും, ആരൊക്കെ അകത്താകും എന്നത് നമുക്ക് കണ്ടറിയാം. തൃശ്ശൂരിലെ വോട്ടർ പട്ടിക വിവാദം തന്നെ വളരെ കൗതുകകരമായിരുന്നു. ആശങ്കയുണ്ടാക്കുന്നതാണ് ചിലതൊക്കെ. പക്ഷേ എങ്കിലും കാര്യങ്ങളൊക്കെ നിർവഴിക്ക് പോട്ടെ.